ജെറൂസലം മതിലുകൾ തകർന്ന് അതിൻ്റെ കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു. ഇതറിഞ്ഞ് നിലത്തിരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്ത നെഹെമ്യാ പ്രവാചകനെ പോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം. മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? യെരൂശലേമിൻ മതിലുകൾ പാപത്തിൻ പ്രകമ്പനത്തിൽ തകരുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? സിയോന്റെ കുഞ്ഞുങ്ങൾ പാപത്തിൻ പെരുവഴിയിൽ മയങ്ങുമ്പോൾ കണ്ണീരൊഴുക്കാതെ ഞാനെങ്ങനെ ഉറങ്ങും? ആത്മാക്കളെ തരിക, എന്റെ സർവ്വവും എടുത്തുകൊള്ളുക. 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 ഒരിക്കൽ നാഷണൽ മാഗസിൻ കാരിസ് ഇന്ത്യയിൽ ഫാദർ ജിം ബോസ്റ്റ്, നിങ്ങൾ ചിലരൊക്കെയെങ്കിലും അറിയുമായിരിക്കും, ആദ്യകാലത്ത് നവീകരണത്തിൽ നാഷണൽ സർവീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഫാദർ ജിം ബോസ്റ്റ് ഹോളണ്ടുകാരനാണ് അച്ഛൻ. അച്ഛനോട് ഒരിക്കലൊരു വ്യക്തി ചോദിച്ചു, അച്ഛൻ പണ്ട് കരിസ്മാറ്റിക് നവീകരണത്തിൽ നേതൃത്വ നിരയിൽ നിന്നയാളാണല്ലോ, ഇപ്പോൾ കരിസ്മാറ്റിക് വിട്ടോ, ഇപ്പോൾ എവാഞ്ചലൈസേഷൻ സുവിശേഷവൽക്കരണത്തിലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ആ ആർട്ടിക്കിൾ എഴുതിയതാണ്. അച്ഛൻ പറഞ്ഞു, ഏതൊരു അഭിഷേകം ലഭിച്ച വ്യക്തിയും സുവിശേഷവൽക്കരണത്തിൽ ഏർപ്പെടേണ്ടിയിരിക്കുന്നു. സുവിശേഷവൽക്കരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച, അഭിഷേകം ലഭിച്ച നമ്മളെല്ലാവരും സുവിശേഷവൽക്കരണത്തിന് വിളിക്കപ്പെട്ടവരാണ്. ഞാൻ കുറേയൊക്കെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം എന്തുമാത്രം കേരളക്കാരെ, മലയാളികളെ ദൈവം ഇന്ന് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിന് എന്തോ ഒരു വലിയ പദ്ധതിയുണ്ട്, പരിശുദ്ധാത്മാവിന് വലിയൊരു പദ്ധതിയുണ്ട്. കരിസ്മാറ്റിക് നവീകരണം തുടങ്ങിയത് അങ്ങ് USA-യിലാണെങ്കിലും ഇന്ന് USA-യിൽ കരിസ്മാറ്റിക് നവീകരണത്തെ പറ്റിയൊന്നും കേൾക്കാനില്ല. ഇന്ന് ഏറ്റവും ശക്തമായിട്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് മലയാളികളെ, കേരളൈറ്റ്സ്. പ്രൈസ് ദ ലോർഡ്. അപ്പം ഈ മലയാളികളെ ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ദൈവം ഒരുക്കുന്നതിന് വേണ്ടിയാണ് തീർച്ചയായിട്ടും ഈ 2300 ശുശ്രൂഷകരെ ഇവിടെ ഒന്നിച്ചു കൂടിയിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ
ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ്. ആദ്യമായി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സുവിശേഷവൽക്കരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പവർ എവാഞ്ചലൈസേഷൻ 2033 ടാർഗറ്റ് ചെയ്യുവാൻ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന കൂടാതെ നിങ്ങൾക്കത് സാധിക്കുകയില്ല. യു കനോട്ട് ഹാവ് എവാഞ്ചലൈസേഷൻ വിതൗട്ട് ഇൻ്റർസെഷൻ. ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ആദ്യകാലത്ത് പഠിച്ച സമയത്ത് വായിച്ച ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം അർജന്റീനയിലെ ബുവണസ് ഐറസ് എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷവൽക്കരണത്തിന് പോയ ഒരു എവാഞ്ചലിസ്റ്റിന്റെ സാക്ഷ്യമാണ്. അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഒത്തിരി ഒരുക്കങ്ങൾക്ക് ശേഷം ഒത്തിരി വോളണ്ടിയേഴ്സ് ഈ ബുവണസ് ഐറസിൽ ഒത്തിരി ജോലി ചെയ്ത് പ്രവർത്തിച്ച് റേഡിയോയിലും ടെലിവിഷനിലും ന്യൂസ് പേപ്പറുകളിലും എല്ലാം പരസ്യം കൊടുത്ത് ഒത്തിരി തയ്യാറെടുപ്പോട് കൂടി അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് വലിയൊരു സ്റ്റേഡിയത്തിൽ ചെന്നപ്പോൾ അവിടെ വെറും 10,000 വ്യക്തികളെ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഇത്രയും ക്രിസ്ത്യാനികളുള്ള അർജന്റീനയിൽ 10,000 വ്യക്തികൾ വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഈ ബുവണസ് ഐറസിൽ താമസിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഒരു കൺവെൻഷൻ നടത്തുമെന്ന്. 3 മാസം അവിടെ താമസിച്ച് എല്ലാ ദിവസവും മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും. അതേ പബ്ലിസിറ്റി, അതേ സ്ഥലത്ത്, അതേ സ്റ്റേഡിയത്തിൽ 3 മാസങ്ങൾക്ക് ശേഷം, 3 മാസത്തെ നിരന്തര മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും ഒരു കൺവെൻഷൻ നടത്തി. അന്ന് 2.5 ലക്ഷം വ്യക്തികൾ കൺവെൻഷൻ കൂടി. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ സമയത്ത് ഒരിക്കൽ സ്റ്റേഡിയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ബൈബിൾ കോളേജ് സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഒരു സന്ദേശം ലഭിച്ചു. ഞാനിതാ ശക്തനായവനെ ബന്ധിച്ചിരിക്കുന്നു, നിന്റെ കൺവെൻഷനിൽ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും. അദ്ദേഹം പറയുന്നത്, കൺവെൻഷന് ശേഷം അവിടെ ഹീലിംഗ് ലഭിച്ച വ്യക്തികൾ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ക്രച്ചുകളും വീൽ ചെയറുകളും മാറ്റുവാനായിട്ട് ട്രക്കുകൾ ഉപയോഗിക്കേണ്ടി വന്നു. സുവിശേഷവൽക്കരണം നടക്കണമെങ്കിൽ നമ്മൾ മധ്യസ്ഥം വഹിച്ചിരിക്കണം. ഞാനൊരു കൊട ചോദിച്ചായിരുന്നു, കിട്ടിയില്ല എന്ന് തോന്നുന്നു. ഒരു USA-ലുള്ള ഒരു സിസ്റ്റർ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഭയിൽ ഒത്തിരി അധികം ശുശ്രൂഷകളുണ്ട്. ആർക്കെങ്കിലും കൊടയുണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ ഒരു കൊട ഇങ്ങോട്ട് തരാമോ? ഒത്തിരി അധികം ശുശ്രൂഷകളുണ്ട്. പക്ഷേ ഈ ശുശ്രൂഷകളെ എല്ലാം താങ്ങി നിർത്തുന്നത് ഈ കുടയുടെ കാലാണ്. സിസ്റ്റർ പറയുന്നത്, കത്തോലിക്ക സഭ അല്ലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കുടയാണ്. അപ്പൊ ഇതില് ഈ കുടയുടെ കമ്പികളെല്ലാം ഓരോ ശുശ്രൂഷകളെ ഓർമ്മിപ്പിക്കുന്നു. വചന ശുശ്രൂഷ, വിദ്യാഭ്യാസം, ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ സോഷ്യൽ വർക്ക്, ഇങ്ങനെ പല പല ശുശ്രൂഷകൾ സഭയിലുണ്ട്. പക്ഷേ സിസ്റ്റർ പറയുന്നത്, ഈ ശുശ്രൂഷകളെയെല്ലാം താങ്ങി നിർത്തുന്നത് ഈ കുടയുടെ കാലാണ്. അത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സഭയിലെ ഏത് ശുശ്രൂഷയായാലും ഈ ശുശ്രൂഷയ്ക്കെല്ലാം ആവശ്യമുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് ഈ ശുശ്രൂഷകളെല്ലാം ഫലം അണിയിക്കുക. പൗലോസ്ലീഹ വളരെ മനോഹരമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറയുന്നുണ്ട്. പൗലോസ്ലീഹ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, വചനത്തിൻ്റെ കവാടം തുറന്നു തരുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഇന്ന് വചനത്തിൻ്റെ കവാടം പല സ്ഥലങ്ങളിലും അടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് വചനം പ്രഘോഷിക്കുവാനൊരു തടസ്സവുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് വചനം പ്രഘോഷിക്കുവാനായിട്ട് കൂടുതൽ കൂടുതൽ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്,
നിങ്ങൾ ഓരോരുത്തരും വചനത്തിൻ്റെ കവാടം തുറന്നു കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന്. വീണ്ടും എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനം 6:19, ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാൻ. പ്രത്യേകിച്ച് ഞാൻ മലയാളത്തിലും ഹിന്ദിയിലും ക്ലാസ് എടുക്കാൻ പോകുമ്പം എൻ്റെ ഭാര്യ ഉറപ്പായിട്ടും തിരി കത്തിച്ചു വെച്ചിരുന്ന് പ്രാർത്ഥിക്കും. കാരണം വാ തുറക്കുമ്പം വചനം ലഭിക്കുവാനായിട്ട്, തടസ്സം കൂടാതെ പ്രഘോഷിക്കുവാനായിട്ട് മധ്യസ്ഥരുടെ ആവശ്യമുണ്ട്. അവർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വാ തുറക്കുമ്പോൾ നമുക്ക് വചനം ലഭിക്കുവാനായിട്ട് പിന്നിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരുണ്ടായിരിക്കണം. അന്നേരം മാത്രമേ സുവിശേഷവൽക്കരണം നടക്കുകയുള്ളൂ. പിന്നെ സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനായിട്ട്, സുവിശേഷത്തിൻ്റെ രഹസ്യം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പ്രഘോഷിക്കേണ്ടതുണ്ട്. വി ഹാവ് ടു പ്രൊക്ലെയിം വിത്ത് ബോൾഡ്നെസ്. അപ്പം അതിനുവേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ധൈര്യപൂർവ്വം വചനം പ്രഘോഷിക്കുവാൻ സാധിക്കുക. വീണ്ടും പൗലോസ് ശ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 15:31 പറയുന്നു, യൂദായിലുള്ള അവിശ്വാസികളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നതിനും ജെറുസലേമിലെ എൻ്റെ ശുശ്രൂഷ വിശുദ്ധർക്ക് സ്വീകാര്യമാകുന്നതിനും വേണ്ടിയാണ്. അതെ, ജെറുസലേമിലുള്ള അവിശ്വാസികളിൽ ഞാൻ രക്ഷപ്പെടുന്നതിന്. നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയം രക്ഷയും ആവശ്യമുണ്ട്. നമ്മൾ വചനം പ്രഘോഷിക്കാൻ പോകുന്നിടത്ത് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ശുശ്രൂഷ സ്വീകാര്യമാകുന്നതിന് വേണ്ടി. ഞാനിവിടെ നിന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങൾ ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും, ഇവൻ ആരാണ് ഞങ്ങളോട് പറയാനായിട്ട്. നമ്മൾ പോയി വചനം പ്രഘോഷിക്കുമ്പോൾ അത് സ്വീകരിക്കുവാനായിട്ടുള്ള തുറവി, ഹൃദയങ്ങൾ തുറന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് വചനങ്ങൾ വ്യക്തികളെ സ്പർശിക്കുക. അങ്ങനെയാണ് ജീവിതത്തിൽ മാനസാന്തരങ്ങൾ ഉണ്ടാകുക. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുക. അങ്ങനെ ഹൃദയങ്ങൾ തുറന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കേണ്ടതുണ്ട് എന്ന് പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ റിഡംഡോറിസ് മിസ്സിയോ, രക്ഷകന്റെ മിഷൻ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുകയാണ്. 79-ാം പാരഗ്രാഫിൽ പറയുന്നു, ഒരു സുവിശേഷം പ്രഘോഷിക്കുന്നവന് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ആവശ്യമാണ് എന്ന്. വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, സുവിശേഷവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ഒത്തിരിയധികം പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥം വഹിക്കുന്നവരാകണം. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവരുണ്ടാകണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി വചനം പ്രഘോഷിക്കുന്നവരും ഏറ്റവും അധികം അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന ശക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രം തന്നെ എടുക്കുക. എത്ര ചാപ്പലുകളാണ് ഇവിടെ ഉള്ളത്. നിരന്തരമായിട്ട് മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രങ്ങൾ ലോകമെമ്പാടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടുത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ്. ഈ സഭയെ ദൈവം വളർത്തിയെങ്കിൽ, ഈ സെൻറ്ററിനെ ദൈവം വളർത്തിയെങ്കിൽ, എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാനായിട്ടുള്ള ശക്തിയും കരുത്തും ഈ സെൻറ്ററിന് കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടാണ് അത് സാധിച്ചത്. സഭ ഈ ഒരു കാര്യത്തിൽ ഉറച്ച ബോധ്യമുണ്ട് സഭയ്ക്ക്. മിഷണറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 വിശുദ്ധരെ സഭ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പേട്രൺസായിട്ട്, മധ്യസ്ഥരായിട്ട് 2 വിശുദ്ധരെ സഭ നിയോഗിച്ചിട്ടുണ്ട്. ആരൊക്കെയാണത്? കൊച്ചുത്രേസ്യ പുണ്യവതിയും സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറും. ഈ 2 പേരുടെ ജീവിതം നമ്മൾ എടുത്താൽ 2 പേരുടെയും ജീവിതം വളരെ വ്യത്യസ്തമാണ്. സെൻറ്റ് ഫ്രാൻസിസ് സേവ്യറിനെ നമുക്കറിയാം. 50 സാമ്രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അവിടുത്തെ ഭാഷ പഠിച്ച് അവരോട് വചനം പ്രഘോഷിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി അവരെ മാമോദിസ മുക്കി ഇങ്ങനെ ശരിക്കും സുവിശേഷവൽക്കരണം ചെയ്ത ഒരു വ്യക്തിയാണ്. നേരെ മറിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ കൊച്ചുത്രേസ്യ പുണ്യവതി
ഒരു കോൺവെൻറ്റിൻ്റെ, ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അതും അവൾക്ക് ട്യൂബർക്കുലോസിസ്, TB-യുടെ അസുഖം ഉണ്ടായിരുന്നു. 24 വയസ്സായപ്പോൾ മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. ആരോടും പോയി വചനം പ്രഘോഷിച്ചതായിട്ട് നമുക്കറിവില്ല. അങ്ങനെ ഒരു വ്യക്തിയെ സുവിശേഷവൽക്കരണത്തിൻ്റെ, മിഷണറി പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് സഭ എന്തുകൊണ്ട് നിയോഗിച്ചു എന്ന് ആദ്യകാലങ്ങളിൽ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ കൊച്ചുത്രേസ്യ പുണ്യവതി ജീവിതം എടുത്തു കഴിഞ്ഞാൽ കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ, തൻ്റെ ത്യാഗങ്ങളിലൂടെ, ഈ ത്യാഗങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ഇതെല്ലാം കാഴ്ചവെച്ചുകൊണ്ട് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ മാനസാന്തരപ്പെടുത്തിയ വ്യക്തികളിൽ കൂടുതൽ ചിലപ്പോൾ മാനസാന്തരപ്പെടുത്തി കാണും. സഭയ്ക്ക് ഉറച്ച ബോധ്യമുണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ടും പ്രഘോഷണം കൊണ്ടും മാത്രം സുവിശേഷവൽക്കരണം സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ത്യാഗത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് കൊച്ചുത്രേസ്യ പുണ്യവതിയെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് സഭ നിയോഗിച്ചത്. കൊച്ചുത്രേസ്യ പുണ്യവതിയെ പറ്റി ഇങ്ങനെ പറയുന്നു, 14 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായിട്ട് കൊച്ചുത്രേസ്യ പുണ്യവതി ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. നേരത്തെ പ്രാർത്ഥിച്ചില്ല എന്നല്ല, പക്ഷെ ഒരു വ്യക്തിയെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്തുകൊണ്ട് സ്പിരിച്വൽ അഡോപ്ഷൻ, ആത്മീയമായൊരു അഡോപ്ഷൻ നടത്തിക്കൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഹെൻറി പ്രാൻസിനി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫ്രാൻസിൽ, അദ്ദേഹം പല വ്യക്തികളെ കൊല ചെയ്ത് അദ്ദേഹം ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നതായിരുന്നു. അദ്ദേഹത്തിന് ഒരു മാനസാന്തരവും ഉണ്ടായില്ല. ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ നമുക്കറിയാം, ഒരു വ്യക്തി തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചാൽ ആ വ്യക്തിയുടെ അടുത്തൊരു വൈദികൻ പോയി കുമ്പസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നോ എന്ന് ചോദിക്കും, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കും. പക്ഷേ വൈദികൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഫ്രാൻസിലെ ന്യൂസ് പേപ്പറിൽ, പത്രത്തിൽ വരുന്നുണ്ടായിരുന്നു. ഇതെല്ലാം വായിച്ച് കൊച്ചുത്രേസ്യ പുണ്യവതി ഒരു തീരുമാനമെടുത്തു, ഞാൻ ഈ ഹെൻറി പ്രാൻസിനിയെ സ്പിരിച്വലായിട്ട് ഞാൻ അഡോപ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ സ്പിരിച്വലായിട്ട് ദത്തെടുത്തുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിത ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് ആ വ്യക്തിയെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പായിട്ട് അവനൊരു മാനസാന്തര അനുഭവം ഉണ്ടാകണം. ആ തൂക്കിക്കൊല്ലാനായിട്ട് നിയോഗിച്ച ആ ദിവസം ഇങ്ങനെ പോലീസുകാർ ആ വ്യക്തിയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ വൈദികൻ ഒരു കുരിശ് പിടിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഹെൻറി ആ സൈഡിലേക്ക് പോലും തിരിഞ്ഞു നോക്കിയില്ല. ഹെൻറിയെ നേരിട്ട് കൊണ്ടുപോയി തൂക്കിക്കൊല്ലുവാനായിട്ട് ആ മുഖത്ത് ആ കറുത്ത തുണിയിട്ട് മൂടുന്ന സമയത്ത് അത് വലിച്ചു മാറ്റിയിട്ട് ഹെൻറി പ്രാൻസിനി ഓടിച്ചെന്ന് ആ വൈദികൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശ് പിടിച്ചു വാങ്ങി 3 പ്രാവശ്യം ചുംബിച്ചു. എന്നിട്ട് ആ കൊലമരത്തിൽ കയറി. പിറ്റേ ദിവസം ന്യൂസ് പേപ്പറിൽ ഇതിനെപ്പറ്റി ന്യൂസ് വന്നപ്പോൾ കൊച്ചുത്രേസ്യ പുണ്യവതി എഴുതിയിരിക്കുകയാണ്, എൻ്റെ 2 കണ്ണുകളും നിറഞ്ഞ് ഒഴുകി. കാരണം ആ വ്യക്തി മാനസാന്തരപ്പെടണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ് കൊച്ചുത്രേസ്യ പുണ്യവതി മിഷണറി പ്രവർത്തനം ചെയ്തത്. അപ്പം നമ്മളിൽ എല്ലാവരും ചിലപ്പോൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നവരായിരിക്കുകയില്ല. നമുക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന വഴി സുവിശേഷവൽക്കരണം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളെപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുന്നവരായിരിക്കും. അതോടൊപ്പം നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആരോട് വചനം പ്രഘോഷിക്കുന്നുവോ അവർക്ക് വചനം സ്വീകാര്യമാകുന്നതിന് വേണ്ടിയിട്ട്, ആ വചനം അവരെ സ്പർശിക്കുന്നതിന് വേണ്ടിയിട്ട്, വചനം അവരുടെ ജീവിതത്തിലെ വലിയ വലിയ വ്യത്യാസങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പവർ എവാഞ്ചലൈസേഷൻ നടക്കണമെങ്കിൽ പവർ ഇൻ്റർസെഷൻ വേണം. ശക്തമായ സുവിശേഷവൽക്കരണം നടക്കുവാനായിട്ട് ശക്തമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടാകണം. ശക്തമായി സുവിശേഷവൽക്കരണം നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ശക്തമായിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഒരിക്കൽ 2 കല്ലാശാരിമാർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരൊരു കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ ആദ്യത്തെ ആശാരിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു,
നീ എന്താണ് ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഒരു കല്ലിന് മുകളിൽ വേറൊരു കല്ല് വെച്ചുകൊണ്ടിരിക്കുക. അതാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കല്ലിന് മുകളിൽ വേറൊരു കല്ല് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം രണ്ടാമത്തെ ആശാരിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുക? അവൻ പറഞ്ഞു, ഞാനൊരു വലിയ കത്തീഡ്രൽ പള്ളി പണിയുകയാണ്. രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന ഒരേ കാര്യമാണ്. പക്ഷെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട്, രണ്ടുപേരുടെയും വിഷൻ വ്യത്യസ്തമായിരുന്നു. നമ്മളും മധ്യസ്ഥം വഹിക്കുന്നവരാണ്. നമ്മൾ ഈ ആദ്യത്തെ ആശാരിയുടെ കൂട്ട് മധ്യസ്ഥം വഹിക്കുന്നവരാണ് ചിലപ്പോൾ. അവൻ വലിയൊരു കത്തീഡ്രൽ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ വിഷൻ ഒരു കല്ലിൻ്റെ മുകളിൽ വേറൊരു കല്ല് വെക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മധ്യസ്ഥം വഹിക്കുമ്പോഴും രണ്ടാമത്തെ ആശാരിയുടെ കൂട്ട് വലിയൊരു വിഷനോടുകൂടി, അതായത് മാസ്റ്റർ ആർക്കിടെക്റ്റിനുള്ള ആ പദ്ധതികൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മധ്യസ്ഥം വഹിക്കണം. അപ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാവുക. നമ്മൾ അല്പസമയം മുമ്പിൽ കരുണയുടെ ജപമാല ചൊല്ലി. ഈ ജപമാല എങ്ങനെയാണ് തുടങ്ങിയതെന്ന് അറിയാമോ? സിസ്റ്റർ ഫൗസ്റ്റീന ആദ്യം ഈ ജപമാല ചൊല്ലിയത് ഒരു പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥനയായിരുന്നു. ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ടോ? പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലല്ലേ? ആദ്യം കേൾക്കുന്നതല്ലേ? പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കിയേ. ഈ 3, 4, 5 പേരുടെ കൈകൾ പോയിട്ടുണ്ട് മുകളിലേക്ക്. ഇത് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ മധ്യസ്ഥ പ്രാർത്ഥന കരിസ്മാറ്റിക്കാർ തുടങ്ങിയൊരു പരിപാടിയാണെന്ന്. കരിസ്മാറ്റിക് വരുന്നതിന് മുമ്പ്, അതായത് 13 സെപ്റ്റംബർ 1935, 13 സെപ്റ്റംബർ 1935 സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള മൊത്തം വിവരണമുണ്ട്. നമ്മളെല്ലാവരും ചെല്ലുന്ന ഈ പ്രാർത്ഥന എത്ര ശക്തമാണെന്ന് മനസ്സിലാകാതെയാണ് നമ്മൾ ചെല്ലുക. ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ചൊല്ലി കേട്ടു പഠിച്ചു, നമ്മൾ ചെല്ലുന്നു. പക്ഷേ ഇത് ഏത് സാഹചര്യത്തിലാണ് ആദ്യം സിസ്റ്റർ ഫൗസ്റ്റീന ചെല്ലിയെന്നതും അത് ചെല്ലിയപ്പോൾ ഉണ്ടായ അത്ഭുതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ വിശ്വാസം ഒത്തിരി വർദ്ധിക്കും. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. അത്യുന്നതനാമാത്മാവേ, നിത്യസഹായകനേ, അഗ്നിനാളമായി നീ ഞങ്ങളിൽ കത്തിപ്പടരണമേ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. മിഷൻ 2033 2033 ആകുമ്പോഴേക്കും ലോകം മുഴുവനും യേശുവിനെ അറിയണം. This program is so touching me. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ പേര് ഇതിൽ വന്ന് സംബന്ധിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ ധാരാളമായിട്ട് സമൂഹത്തിന് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇറങ്ങുക, കർത്താവിന് വേണ്ടി ഇറങ്ങുക. ആമേൻ. ഹല്ലേലൂയ. തിരുസഭ തന്നിൽ പാവന റൂഹ സത്യവെളിച്ചം പകരട്ടെ. തിരുവചനത്തിൻ സാക്ഷ്യം നൽകാൻ ധീരത ഹൃത്തിൽ നിറയ്ക്കട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ
യേശു മാത്രമാണ് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ചെയ്ത ലോകത്തിലെ ഏക ദൈവം എന്നുള്ള സത്യം ലോകത്തെല്ലാവരും അറിയണം. അഗ്നി അനുഭവം അക്ഷരാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണത്. കൂടുതൽ പവർ കിട്ടി ഇതിലൂടെ. പുത്തനൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ പ്രോഗ്രാമിന് വലിയ വെളിച്ചാണ്. കാലഘട്ടത്തിന്റെ സുവിശേഷമാണെന്ന് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശുവിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ നമുക്കൊരു കടമയുണ്ട്. സുവിശേഷം ആകുക, സുവിശേഷമേകുക. ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വലയെറിയുവിൻ. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, ദേശങ്ങൾ സർവം നിറയട്ടെ. പരിശുദ്ധാത്മാവിൻ വരദാന ഫലങ്ങളിലേവരും ഉണരട്ടെ. ജനപദങ്ങളെ ഉണരുവിൻ, സകലരുമൊന്നണി ചേരുവിൻ. ഏകരക്ഷകനേശുനാഥനു സാക്ഷ്യം നൽകിയിടുവിൻ. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. 2033 വത്സരം വന്നു ചേരുവാൻ കാത്തിരിക്കുമീ ദാസരിന്നിതാ പാടാം മഹാജൂബിലി. Thank you.